നടക്കാൻ പറ്റുന്നുണ്ടോ? ഏയ്, ചെറിയൊരു വലിച്ചലുണ്ട്. സോമശേഖരനെ ഞാൻ എന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് അയാൾ തന്ന വേദനയല്ലേ, ഇതങ്ങനെ പെട്ടെന്നൊന്നും മാറണ്ട. ശിവേട്ടന് എന്താ പറ്റിയേ? ഏയ്, കാര്യമായിട്ടൊന്നുമില്ല, ചെറിയൊരു ക്ഷീണം. നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയാലോ? അങ്ങനെ ഹോസ്പിറ്റലിൽ പോകാനും മാത്രമായിട്ട് എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഇടി കിട്ടിയതല്ലേ, ഒരാട്ടം തല സൂപ്പിട്ട് കുടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു പച്ചമുട്ട വാട്ടി വെറും വയറ്റിൽ 3 ദിവസം അവൻ കഴിക്കണം. അത് തീരാവുന്ന ചതവേ ഉള്ളൂ. റാണി, വേലായുധേട്ടൻ എവിടെ? അച്ഛൻ സ്ഥലത്തില്ല, എവിടെ പൂരം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു പോയതാ. വേടിക്കെട്ട് എവിടെ ഉണ്ടെങ്കിലും അച്ഛൻ ചെല്ലാതെ തിരികൊളുത്തില്ലല്ലോ. ശിവേട്ടന് എന്താ സുഖമില്ലേ? ഒന്നുമില്ലെന്നേ, ശാലിനും രാമേട്ടനും കൂടെ എന്നെ വെറുതെ രോഗിയാക്കുക. ഒന്നുമല്ല, ആ സോമശേഖരൻ അവന്റെ കൈ കൊത്തി കിട്ടിയപ്പോ പോലീസുകാരുടെ ഗുണം അവൻ കാണിച്ചു. ഒന്നു ചേർന്ന് ഒരുത്തന്നെ തല്ലി ചതയ്ക്കുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഹോബിയല്ലല്ലോ. ചാവുന്നത് വരെ അവന്മാർ തല്ലും. ചത്താൽ കെട്ടിത്തൂക്കിയിട്ട് പറയും സ്വയം തൂങ്ങിയതാണെന്ന്. എന്തായാലും രാമേട്ടാ, ആ ഈസിന്റെ ബലവും തണ്ടലിന്റെ ഉറപ്പും കാരണം ആ വക ലീലാവിലാസങ്ങളൊന്നും എന്റെ അടുത്ത് ചെലവായില്ലല്ലോ. തല്ലി, ശരിക്കും തല്ലി. അവന്റെ ദേഷ്യം തീരുന്നത് വരെ അവൻ തല്ലി ചതച്ചു. ഇനി കിട്ടിയത് തിരിച്ചു കൊടുക്കുന്ന ചടങ്ങാ. ഇനിയിപ്പം ഉടനെ ഒരു തിരിച്ചടിക്കൊന്നും പോണ്ട. അതിനുള്ള ആരോഗ്യാവസ്ഥയിലല്ല ശിവനിപ്പോ. കിട്ടിയത് കൂട്ടത്തിൽ മേടിച്ച് അവസരം കിട്ടുമ്പോ തിരിച്ചു കൊടുക്കാം എന്നും പറഞ്ഞ് കാത്തിരിക്കാനൊന്നും എന്നെ കിട്ടില്ല. 1 വെച്ചാ 2, 2 വെച്ചാ 4, 4 വെച്ചാ 8. ആ പോളിസിയാണ് തല്ലിന്റെ കാര്യത്തിൽ ഞാൻ പിന്തുടരുന്നത്. 1 കിട്ടിയാ അത് 2ആയിട്ട് തിരിച്ചു കൊടുത്തിരിക്കും. അതിലൊരു തർക്കവും വേണ്ട. സോമശേഖരൻ അത് അർഹിക്കുന്നുണ്ട്. പക്ഷേ അത് ഉടനെ വേണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. തിരിച്ചടിക്കാൻ ചെല്ലുന്നവന്റെ ആരോഗ്യസ്ഥിതി നല്ലതല്ലെങ്കിൽ വീണ്ടും പഴയത് തന്നെ ആവർത്തിച്ചാലോ? ഇനി അവന് കൈപൊക്കാനുള്ളൊരവസരം ശിവൻ കൊടുക്കില്ല. അവന്റെ ചാൻസേ അങ്ങ് തീർന്നു. എന്തോ വലിയ കഷ്ടകാല സമയത്ത് അവൻ എന്നെ കൈവെക്കാൻ തോന്നിയെന്ന് ഞാൻ അവനെ കൊണ്ട് പറയിപ്പിക്കും. ഭക്ഷണമൊന്നും തന്നെത്താൻ ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വാങ്ങിക്കൊണ്ടൊന്നും കൊടുക്കണ്ടല്ലോ? അയ്യോ വേണ്ട, ഞങ്ങളടുത്തുണ്ടല്ലോ. ശിവേട്ടന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ചന്ദ്രയെ പോലെ തന്നെയാ ഞാനും ശിവേട്ടന്. ചന്ദ്രയുടെ സ്ഥാനത്ത് ഇന്ന് ഞാനെല്ലാം വേണ്ട പോലെ ചെയ്തോളാം. ചേച്ചി ധൈര്യമായിട്ട് പൊയ്ക്കോ. ശിവ, എന്നാ പിന്നെ ഞാൻ ഇറങ്ങുക. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ആദ്യം ആരോഗ്യം ഉണ്ടാവട്ടെ, എന്നിട്ട് മതി പ്രതികാരം വീട്ടലും പക തീർക്കലും എല്ലാം.